ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പ്രഭാതത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ദിവസം ഒരു പ്രത്യേക ടോപ്പിക്കുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് എന്നല്ല എക്കാലത്തും മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ജനിച്ച ഓരോ വ്യക്തിയും സ്വയം അഭിമുഖീകരിക്കേണ്ടതും അഥവാ കടന്നുപോകേണ്ടതുമായിട്ടുള്ള ഒരു ജീവിതാവസ്ഥയാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ദീർഘവും അതേസമയം സന്തോഷകരവുമായ ജീവിതം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവുകയില്ല. പക്ഷെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതെങ്ങനെ സാധിക്കാം എന്ന് നീണ്ടകാലത്തെ പഠനങ്ങളിലൂടെ ലോകത്തോട് വിശദീകരിക്കുന്ന ഒരു ജാപ്പനീസ് ഗ്രന്ഥമുണ്ട്. അതേ സംബന്ധിച്ചാണ് ആ പുസ്തകമാണ് ഞാൻ നിങ്ങളോട് ഇന്നിവിടെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. ഹെക്ടർ ഗാർഷ്യയും ഫ്രാൻസിസ് മെർലെറ്റും ചേർന്ന് എഴുതി ഹീദർ ക്ലറി എന്ന് പറയുന്ന വ്യക്തി ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഐക്യായി എന്ന പുസ്തകം. ദ ജാപ്പനീസ് സീക്രട്ട് ടു എ ലോങ് ആൻഡ് ഹാപ്പി ലൈഫ് എന്നാണ് ഈ വാക്കിന്റെ ഏതാണ്ട് ഒരർത്ഥം എന്ന് പറയുന്നത്. ഐക്യായി എന്ന് പറയുന്നത് എന്താണ്? അതൊരു ജീവിതശൈലിയാണ്. ജപ്പാനിൽ ഒരു വിഭാഗം ആൾക്കാർ അനുഷ്ഠിച്ചു വരുന്നതായിട്ടുള്ള ഒരു ജീവിതശൈലി. ഇത് അനുവർത്തിക്കുന്ന ജപ്പാനിലെ ഒക്കിനവ എന്ന് പറയുന്ന ആ ദ്വീപിലെ ജനതയുടെ ജീവിതശൈലി പഠിച്ചതിന് ശേഷം, അവരുടെ ജീവിതാവസ്ഥ പഠിച്ചതിന് ശേഷമാണ് നീണ്ടകാലത്തെ ഗവേഷണത്തിന്റെ ഫലമായിട്ടാണ് അവർ ഈ പുസ്തകം എഴുതുന്നത്. അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് അവർ കണ്ടെത്തിയ കാര്യം ഇതാണ്. ദ്വീപിലെ 1,00,000 പേരെ എടുത്തപ്പോൾ അതിൽ 24.55 പേരും 100 വയസ്സ് കടന്നവരാണ്. ഒരുപക്ഷെ ലോകത്തിൽ എങ്ങും തന്നെ കാണാൻ സാധിക്കാത്ത ഒരു പ്രതിഭാസമാണിത്. ആരോഗ്യകരമായ ഭക്ഷണരീതി, അതുപോലെ ലളിതമായ ജീവിതം, ഗ്രീൻ ടീ, കാലാവസ്ഥ, ഇവയാണ് ഒക്കിനാവയിലെ ജനതയുടെ നീണ്ടകാലത്തെ ദീർഘമായ ജീവിതത്തിന്റെ രഹസ്യം എന്ന് അവർ ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നു. ഈ പുസ്തകത്തിന്റെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ വാർദ്ധക്യത്തിലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന കല അഥവാ ജീവിതശൈലി എപ്രകാരമാണ് എന്ന് വിശദീകരിക്കുന്നു. വാർദ്ധക്യത്തിലും ചെറുപ്പം കാത്തു സൂക്ഷിക്കുന്ന ജീവിതശൈലി. 2-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു നമ്മൾ പോകുമ്പോൾ ദീർഘവും സന്തോഷമേറിയതുമായ ജീവിതം പ്രദാനം ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ജീവിതത്തിലെ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ എങ്ങനെ നമ്മുടെ ജീവിതത്തെ സന്തോഷപ്രദവും അതുപോലെ ദീർഘവുമാക്കി മാറ്റാൻ സാധിക്കുന്നു. പിന്നെ ജീവിത ലക്ഷ്യം മനസ്സിലാക്കുന്നതോടെ എങ്ങനെ ദീർഘവും പ്രയോജനകരമായി ജീവിക്കാമെന്ന് 3-ാം അധ്യായം പറയുന്നു. ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ആ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് നീണ്ടകാലത്തെ പരിശ്രമം ആവശ്യമുണ്ട്. ഞാൻ എന്താണ്, ആരാണ്, എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ള ഒരു താത്വികമായ ചിന്തയിലൂടെ കടന്നു വന്നിട്ട്, ഒരുപക്ഷെ അത് ആധ്യാത്മിക ചിന്തയെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കും, കടന്നു വന്നിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കുന്നതോടെ നമ്മുടെ ജീവിതത്തിന്റെ ദൈർഘ്യം അഥവാ ലൈഫ് സ്പാൻ കൂട്ടിയെടുക്കാൻ സാധിക്കും എന്നാണ് 3-ാമത്തെ അധ്യായം പറയുന്നത്. ജോലിയും സ്വകാര്യ നിമിഷങ്ങളും എങ്ങനെ വളർച്ചയ്ക്ക് കാരണമാക്കാവുന്ന 4-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങൾ, നമ്മുടെ ജോലി, ഇവ നമ്മുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് എപ്രകാരം കാരണമാക്കാം, ഉപയോഗിക്കാം എന്ന് 4-ാമത്തെ അധ്യായത്തിൽ സൂചിപ്പിക്കുന്നു. ദൈർഘ്യമേറിയ ജീവിതം നയിക്കുന്നവരുടെ അറിവിന്റെ മുത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് 5-ാമത്തെ അധ്യായം. അതായത് 100 വയസ്സും അതിനപ്പുറവും കടന്ന ആൾക്കാരുടെ ജീവിതത്തില് അവരുടെ ജീവിതാനുഭവങ്ങളുടെ മുത്തുകൾ കോർത്തിണക്കിയതാണ് 5-ാമത്തെ ഭാഗം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. 6-ാമത്തെ അധ്യായത്തില് സന്തോഷത്തിന്റെയും ദീർഘജീവിതത്തിന്റെയും പാരമ്പര്യവും ശൈലിയും വിവരിക്കുന്നു. സന്തോഷത്തിന്റെയും ദീർഘജീവിതത്തിന്റെയും പാരമ്പര്യവും ശൈലിയും വിവരിക്കുന്നതാണ് 6-ാമത്തെ അധ്യായം. 7-ാമത്തെ അധ്യായം പറയുന്നത് ഭക്ഷണരീതി അഥവാ ഈ ഐക്യായി ഭക്ഷണരീതി എന്താണ്, എപ്രകാരമായിരിക്കണം എന്നാണ് 7-ാമത്തെ അധ്യായത്തിൽ വിവരിക്കുന്നത്. 8-ാമത്തെ അധ്യായത്തിൽ ആരോഗ്യവും ദൈർഘ്യജീവിതവും പ്രദാനം ചെയ്യുന്ന വ്യായാമ മുറകളെ സംബന്ധിച്ച് പറയുന്നു. അതായത് ഒക്കിനവ നിവാസികൾ കാലാകാലങ്ങളെ അനുവർത്തിച്ചു വരുന്ന അവരുടെ വ്യായാമ രീതി, പ്രത്യേകമായിട്ടുള്ള
ഒരു വ്യായാമ രീതി അതേപറ്റി സൂചിപ്പിക്കുന്നു. 9ാമത്തെ അധ്യായത്തിൽ വാർദ്ധക്യത്തെ സംബന്ധിച്ച സ്ട്രെസ്സും ദുഃഖവും ഒക്കെ എങ്ങനെ തരണം ചെയ്യാമെന്ന് വിവരിക്കുന്നു. വാർദ്ധക്യത്തെ സംബന്ധിച്ച് നമ്മുടെ സ്ട്രെസ്, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ ആകുലതകൾ ഇവയൊക്കെ നമുക്ക് എപ്രകാരം തരണം ചെയ്യാമെന്ന് വിവരിക്കുന്നു. ഈ ഒരു ജീവിത ശൈലി അനുവർത്തിച്ച് ജീവിതത്തിൻ്റെ ദൈർഘ്യം, ലൈഫ് സ്പാൻ കൂട്ടിയെടുത്ത ഒരു ജനതയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ പറയുന്ന പുസ്തകത്തിലൂടെ ഐക്യ എന്ന് പറയുന്ന ആ ജീവിത ശൈലിയെ സംബന്ധിക്കുന്ന പുസ്തകത്തിലൂടെ ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ശ്രദ്ധിക്കേണ്ടത്, അഥവാ ഈ പുസ്തകം റെഫർ ചെയ്യുകയും സ്വായത്തമാക്കുകയും ചെയ്യേണ്ടവർ ചെറുപ്പക്കാരാണെന്ന് ഞാൻ പറയും. കാരണം വാർദ്ധക്യത്തിന് ശേഷമല്ല ഇത്തരം കാര്യങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ, പ്രത്യേകിച്ച് യൗവനത്തിൽ തന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ഇത് എപ്രകാരം പ്രാവർത്തികമാക്കാമെന്ന് ചിന്തിക്കുകയും, നമുക്കറിയാം ഇതൊന്നും വലിയ വലിയ കാര്യങ്ങളല്ല, കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. ഈ ഒക്കിനവ നിവാസികളുടെ ജീവിത രീതി, അഥവാ ഭക്ഷണ രീതി എന്നൊക്കെ പറയുന്നത് വളരെ രസകരമായിട്ട് പറയുന്നുണ്ട്. അവർ ഏതാണ്ട് 60ഓളം ഇനത്തിലുള്ള പഴവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ധാന്യങ്ങൾ ഉപയോഗിക്കുന്നു, ഗ്രീൻ ടീ ഉപയോഗിക്കുന്നു. അവർ മദ്യവും മയക്കുമരുന്നൊന്നും കഴിക്കുന്നൊന്നുമില്ല, അവർക്ക് ആവശ്യമായിട്ട് അവർക്ക് തോന്നിയിട്ടുമില്ല. പക്ഷേ അവരുടെ ജീവിതം ദീർഘമാക്കാനായിട്ട് സാധിക്കുന്നു. ഏതാണ്ട് 86 വയസ്സ് ആണ് അവരുടെ ആവറേജ് ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. മോശമാണെന്ന് നമുക്ക് വരാൻ പറ്റുകയില്ല. അപ്പോൾ സാധിക്കുന്നവരൊക്കെ ഈ പുസ്തകം റെഫർ ചെയ്യണമെന്നും പഠിക്കണമെന്നും ഉള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് പറയാൻ സാധിക്കുന്നത്. അതിലൂടെ നമ്മുടെ ജീവിതം സുന്ദരവും ഭാസുരവും ദൈർഘ്യവുമുള്ളതായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.